വേറൊരാൾ അയാളുടെ ജീവിതത്തിൽ ഇല്ല. അപ്പൊ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ് നിങ്ങൾ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളോട് അത്രയും സ്നേഹവും അതുപോലെ നിങ്ങളെ ആ ഒരു കെയറും കാര്യങ്ങളൊക്കെ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും തിരിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വ്യക്തിക്ക് എത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരിക്കലും മാറാൻ ആ ഒരു പേഴ്സണ് പറ്റില്ല. അപ്പൊ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പൊ നിങ്ങളുടെ ആ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു ഇഷ്ടം ബാലൻസ്, അതായത് വേറെ പ്രോബ്ലംസ് ഒക്കെ അയാളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം, പക്ഷെ നിങ്ങളുമായിട്ടുള്ള ഒരു ഇഷ്ടം ബാലൻസ് ചെയ്യാൻ വേണ്ടി അയാൾ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. മേ ബി ഇപ്പൊ ഡിസ്റ്റൻസിലിരിക്കുകയാണെങ്കിൽ കൂടെ തന്നെയും ചിലപ്പോൾ വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിട്ടുള്ളത്. പക്ഷെ നിങ്ങളുടെ ആ ഒരു പേഴ്സന്റെ മൈൻഡിൽ എപ്പോഴും നിങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്ടം അയാൾ കളഞ്ഞിട്ടൊന്നുമില്ല. വേറെയുള്ള പ്രോബ്ലംസും എല്ലാം അയാൾ ബാലൻസ് ചെയ്യാൻ ഇപ്പൊ മാക്സിമം നോക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സണ് നിങ്ങൾ തിരിച്ച് റീകണക്ട് ചെയ്യാനും, അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് റിലേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർ ണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് അവർ നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് ഈ ഒരു ബോണ്ട് നല്ലതുപോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ്, ആർക്കും തന്നെ പിരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ മനസ്സിലായിട്ടുണ്ടെന്ന് വെച്ചാൽ നേരത്തെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഇത്രയും ഇഷ്ടവും ഉള്ളത്. അപ്പോ നിങ്ങളെ വിട്ടുപോകാൻ അയാൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി വളരെ നല്ലൊരു ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ പോലും. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ അയാളുടെ ഫാമിലിയുമായിട്ടും എന്തിനു വേണമെങ്കിലും അയാൾ ഫൈറ്റ് ചെയ്യാൻ, അതായത് വഴക്കുണ്ടാക്കിയിട്ടൊക്കെ അയാൾ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ബിക്കോസ് ആ ഒരു രീതിയിലാണ് നമുക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു നോർമൽ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടെ തന്നെ നിങ്ങൾ അതായത് റീയൂണിയനിൽ എത്തുന്ന ആൾക്കാരും നോർമലി ഇപ്പൊ കണ്ടിന്യൂ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടെ തന്നെ നിങ്ങളെ കിട്ടാൻ വേണ്ടി ആ ഒരു പേഴ്സൺ എന്തും ലൈഫിൽ ചെയ്യും. ഇപ്പൊ ചെറിയൊരു ബ്രേക്കപ്പ് ഒക്കെ ആയിരിക്കാം നിൽക്കുന്നത്, പക്ഷെ ഈ ഒരു നല്ലൊരു റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ തന്നെ ഓൾറെഡി ആ ഒരു പേഴ്സണോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം എന്തൊക്കെ സ്ട്രഗ്ലിംഗ് പീരീഡിൽ കൂടെയാണ് നിങ്ങൾ പോയിട്ടുള്ളതെന്ന്. അപ്പൊ അതൊക്കെ കൊണ്ട് ആ ഒരു വ്യക്തിയും ആ ഒരു സ്റ്റേജിൽ തന്നെയാണ്. അപ്പോ നിങ്ങളെ കിട്ടാൻ വേണ്ടി അയാൾ എന്ത് ത്യാഗവും സഹിച്ച്, അതായത് അത്രയ്ക്ക് ഒരു ഭയങ്കര മൈൻഡ് പവർ ഉള്ള ഒരാളാണ്. അപ്പൊ എന്തും ഇനി നിങ്ങളെ കിട്ടാൻ വേണ്ടി ആ ഒരു പേഴ്സൺ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരു നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പേഴ്സന്റെ ഉള്ളിൽ നിങ്ങൾ തന്നെയാണ്. അപ്പൊ ആ ഒരു വ്യക്തി നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ആ ഒരു പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് തിരിച്ചു വരാൻ വളരെയധികം ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. ഇപ്പൊ ഡിസ്റ്റൻസിലാണെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളിലോട്ട് തന്നെ ആ ഒരു വ്യക്തി വരാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തന്നെ വരും, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ. അതായത് നോ കോണ്ടാക്റ്റിലുള്ള